abundant life through the experience of the kingdom of God. ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലൂടെ സമൃദ്ധമായ ജീവിതം എന്നതാണ് ഇന്നത്തെ വിഷയം. ഇന്ന് നമ്മൾ വായിച്ച എവൻഗേലിയോൻ ഭാഗം നമുക്ക് ഏവർക്കും പരിചിതമായ ഭാഗമാകുന്നുവല്ലോ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് വായിച്ചു കേൾക്കുവാനായിട്ട് സാധിച്ചത്. ജോർജ് പുളിക്കൻ, ഒരു മാധ്യമപ്രവർത്തകൻ, ഈ പ്രാവശ്യത്തെ നമ്മുടെ മാരാമൺ കൺവെൻഷൻ്റെ യുവവേദിയിൽ പ്രസംഗം ആരംഭിച്ചത് ഇങ്ങനെയാണ്: മരിക്കാതിരിക്കാൻ ഒരു മരുന്നുണ്ട്, മരിക്കാതിരിക്കാൻ ഒരു മരുന്നുണ്ട്, ജനിക്കാതെ ഇരിക്കണം. ശമരിയാക്കാരി സ്ത്രീ ഇന്ന് നമ്മുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമായി നമ്മുടെ മുൻപിലേക്ക് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു വിശദമായ പശ്ചാത്തലങ്ങളിലേക്ക് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അവളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു ചെന്ന് ഇന്നത്തെ ഈ വിഷയത്തെ നമുക്ക് ധ്യാനിച്ച് അവസാനിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ശമരിയാക്കാരി സ്ത്രീ കർത്താവിൻ്റെ അടുത്തു വരുന്ന സമയത്തെ വേദപുസ്തകത്തിൽ നമ്മെ പരിചയപ്പെടുത്തുന്നത് ഏകദേശം 6 മണി നേരം ആയിരുന്നു എന്നുള്ളതാണ്. അവൾ കടന്നു വന്ന സമയം 6 മണി എന്ന് പറയുന്നത് അതൊരു നട്ടുച്ച സമയമാണ്. യഹൂദിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ദിവസം ആരംഭിക്കുന്നത് 6 AM ആണ്, 6 മണിക്കാണ്. 1-ാം യാമം എന്ന് പറഞ്ഞാൽ 7 മണി, 3-ാം യാമം എന്ന് പറഞ്ഞാൽ 9 മണി, 6-ാം യാമം എന്ന് പറഞ്ഞാൽ എത്ര മണി? 12 മണി. അപ്പോൾ 12 മണി എന്ന് പറയുമ്പോൾ നട്ടുച്ച സമയമാണ്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ VBSലും നമ്മുടെ പരിപാടികളിലും ഒക്കെ സ്ഥിരമായിട്ട് നമ്മൾ പാടുന്ന പാട്ടിൽ നമ്മളിങ്ങനെ പാടാറുണ്ട്, നട്ടുച്ച നേരത്ത് കിണറിൻ്റെ തീരത്ത്, അല്ലേ? അപ്പോൾ സമയം നട്ടുച്ചയാണ്, ചുട്ടുപൊള്ളുന്ന ചൂടുള്ള സമയം. ചുട്ടുപൊള്ളുന്ന ചൂട് അവൾ നടന്നു വരുന്ന ഈ വഴിത്താരയിലൊക്കെയുണ്ട്. ചുട്ടുപൊള്ളുന്ന ചൂട് അവൾ ഇരിക്കുന്ന ഈ കിണറിന് ചുറ്റുമുണ്ട്. ചുട്ടുപൊള്ളുന്ന വെയിലത്തു തന്നെയാണ് ക്രിസ്തു അവിടെ ഇരിക്കുന്നത്. എന്നാൽ കടന്നു വരുന്ന ഈ സ്ത്രീ, അവൾ തീച്ചൂളയുടെ ജീവിതത്തിൽ ശീതളത തേടുന്ന ശമരിയാക്കാരിയായി നമുക്ക് കാണാനായിട്ട് സാധിക്കുക. തീച്ചൂള നിറഞ്ഞ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ അവിടെ പുറത്ത് മാത്രമല്ല, അവിടെ ഉള്ളിലും തീച്ചൂളയുടെ അനുഭവമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാവണം സാധാരണ ആരും തിരഞ്ഞെടുക്കാത്ത ഈ നട്ടുച്ച നേരത്ത് അവൾ ഈ കിണറിൻ്റെ അരികിലേക്ക് അവൾ വരുന്നത്. അവളുടെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ അനുഭവങ്ങളാണ്. കർത്താവിനോടുള്ള സംവാദത്തിൽ കർത്താവ് അവളോട് പറയുന്നുണ്ട്, നിന്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരാനായിട്ട് കർത്താവ് പറയുകയാണ്. അപ്പോൾ അവൾ പറയുന്നു, എനിക്ക് ഭർത്താവില്ല. അപ്പോൾ യേശു കർത്താവിൻ്റെ മറുപടി നമുക്ക് കാണാനായിട്ട് സാധിക്കും, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു. പെട്ടെന്നെന്തോ നമ്മുടെ മനസ്സിൽ വരുന്നേ, 5 ഭർത്താക്കന്മാർ നിനക്ക് ഉണ്ടായിരുന്നു. ഒരു കാലം വരെയും അവളെ പൗരസ്ത്യ സഭ വളരെ വളരെ നൈർമല്യതയോടെ അവതരിപ്പിച്ചിരുന്ന ആളാണ്. വെസ്റ്റേൺ തിയോളജി വന്നപ്പോഴാണ് ഈ 5 ഭാര്യമാരെന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കല്പം പ്രയാസം തോന്നുന്നത്. അല്ല, 5 ഭർത്താക്കന്മാരെന്നൊക്കെ പറയുമ്പോൾ 5 ഭർത്താക്കന്മാർ ഒരുപക്ഷെ അവൾക്കുണ്ടായിരുന്നിരിക്കാം. ഓരോരുത്തരായി അവളുടെ ജീവിതത്തിൽ മരിച്ചു പോയിരുന്നിരിക്കാം. അവൾ ജീവിതത്തിൽ ഒരുപക്ഷെ വൈധവ്യം അനുഭവിച്ചവളായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൻ്റെ മുൻപിൽ തല ഉയർത്തുവാൻ കഴിയാതെ ഈ ലോകം പറയുന്ന ശപിക്കപ്പെട്ടവൾ എന്ന പേരിന് ഒരുപക്ഷെ അർഹതയായിരിക്കാം. മറ്റൊന്ന്, അവരുടെ ജീവിതത്തിൽ അവളായിരിക്കുന്ന ശമരിയാക്കാർ എന്ന് പറയുന്ന അനുഭവങ്ങൾ അവർക്കുള്ള അനേക ദൈവങ്ങളോടുള്ള വിധേയത്വത്തിൻ്റെ സൂചനയായിട്ടായിരിക്കാം. 5 ഭർത്താക്കന്മാർ ഇന്നക്കുണ്ടായിരുന്നു. നമുക്കറിയാം, ദൈവത്തെ ഹസ്ബൻഡുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വേറെ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്രയേലിൻ്റെ ഭർത്താവ് ആരാണ്? യഹോവയായ ദൈവമാണ്.
അങ്ങനെയാണെങ്കിൽ അനേക ദൈവങ്ങൾക്ക് പിറകെ പോയിട്ടുള്ളവൾ, ഒന്ന് മാറി ദൈവത്തിൻ്റെ അടുക്കൽ അസീരിയൻ ഗോഡുകളുമായി ബന്ധപ്പെട്ട് വിശ്വാസത്തിൻ്റെ അനുഭവങ്ങളിൽ ജീവിച്ചിരുന്നവൾ, അവൾ ഇപ്പോഴുള്ള അവിടെ വിശ്വാസവും അത്രമാത്രമുള്ള ഒരു അദൈവത്തിൻ്റെ അനുഭവത്തിൽ ആയിരുന്നിരിക്കാം. അതുകൊണ്ട് ക്രിസ്തു അവളിലേക്ക് നോക്കുമ്പോൾ അവളുടെ ജീവിതത്തിൻ്റെ ദൈന്യത നിറഞ്ഞ അനുഭവത്തെ ക്രിസ്തുവിന് കൃത്യമായി കാണുവാനായിട്ടിടയായിട്ട് തീരുന്നുണ്ട്. അതുകൊണ്ട് കുറ്റപ്പെടുത്തലുകളില്ല, അവളുടെ പാപങ്ങളെന്ന് പറഞ്ഞൊന്നും ഓർമ്മപ്പെടുത്തലില്ല. വളരെ മാന്യമായ ഒരു ചർച്ചയ്ക്ക് യേശു കർത്താവ് അവിടെ ഇടയായിത്തീരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീച്ചൂളയുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ജീവിക്കുന്ന ഒരുവൾ, അവിടെ ആരാധനയെക്കുറിച്ച് അവൾ പറയുന്നുണ്ട്. ഞങ്ങൾ നമസ്കരിക്കുന്ന ഈ മല, ആ മലയിലാണോ ആരാധിക്കേണ്ടുന്നത്? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിക്കേണ്ടുന്ന കാരണം വന്നത്? ഷീ may not have found comfort in her worship. ആരാധിക്കുന്നുണ്ട്, എന്നാൽ ആരാധനയുടെ ആത്മാവിൻ്റെ നിറവ് അവൾക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ 6-ാം മണിയിൽ ദൈവത്തിൻ്റെ അപ്പോയിന്റഡ് ആയ സമയത്ത്, യേശു കർത്താവ് കാൽവരിയുടെ ക്രൂശിൽ പിടഞ്ഞ അതേ സമയത്ത്, ഇവിടെ ഇതാ ഈ കിണറിൻ്റെ അരികിൽ ഈ സ്ത്രീ അവിടെ അടുത്തേക്ക് വരികയാണ്, വെള്ളം കോരുവാനായിട്ട് വരികയാണ്. അതുകൊണ്ട് അവളുടെ ആശങ്കകൾ, അവളുടെ ജീവിതത്തിൻ്റെ ചോദ്യങ്ങൾ ഒക്കെ അവിടെ ചോദിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധ്യമായിട്ട് തീരുകയാണ്. നെരിപ്പോടുകൾ എരിയുന്ന ജീവിതങ്ങൾ, ഉള്ളിൽ പേറുന്ന അനേകർ നമ്മുടെ മധ്യത്തിലുണ്ട് എന്നുള്ളത് നാം ഓർക്കുക. ശമരിയക്കാരത്തി സ്ത്രീയെ നിത്യജീവന്റെ ഓഹരിക്കാരായി സമൃദ്ധമായ ജീവനിലേക്ക് വഴി നടത്തുമ്പോൾ അവിടെ ഉള്ളിൽ നിറയുന്ന തീച്ചൂളയുടെ ചുട്ടുപൊള്ളുന്ന ജീവിതാനുഭവത്തെ യേശു കർത്താവ് അവതരിപ്പിക്കുകയാണ്. മാരാമൺ കൺവെൻഷന്റെ സേവികാ സംഘത്തിന്റെ മീറ്റിംഗിൽ പ്രസംഗിച്ചത് മിസ്സസ് ആനി ജൂല തോമസ് IAS ആണ്. പ്രസംഗത്തിന്റെ മധ്യത്തിൽ സ്വന്തം ജീവിതാനുഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാനും എൻ്റെ ഇളയ സഹോദരിക്ക് കുഞ്ഞ് പ്രായം ഞാൻ ഓർക്കുന്നില്ല. ഇവിടെ പ്രസംഗം എഴുതിക്കൊണ്ട് വന്നതിന് ശേഷം പിന്നീടാണ് ഈ ഒരു തോട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അതുകൊണ്ട് ഞാൻ കൺഫേം ചെയ്തില്ല, ആളുടെ പേര് മാത്രമേ നോക്കിയുള്ളൂ. പറഞ്ഞു 2 പേർ. അതുകൊണ്ട് ഭർത്ത വീട്ടിൽ നിന്ന് അമ്മയുടെ സ്വന്തം വീട്ടിലേക്ക് പോകേണ്ടി വന്നു. അവിടെ ഒരു മുറിയിൽ അമ്മച്ചിയും അമ്മയുടെ അമ്മയും ഞങ്ങൾ 2 മക്കളും താമസിച്ചു. ഒരു എപ്പോഴും ആ മുറിയിൽ ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ. പള്ളിയിൽ അച്ഛന്മാർ, സ്നേഹിതരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് ആരാകണം? അവരുടെ മറുപടി ഇങ്ങനെയാണ്, ഞങ്ങൾക്കൊന്നും പറയാൻ കഴിഞ്ഞിരുന്നില്ല. നാളെ എങ്ങനെ ജീവിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ ആരാകാനാ കൊതിക്കുക. നാളെ, tomorrow how to live, that is our thought today. Then wow, we can dream a lot. പക്ഷേ അമ്മ പറഞ്ഞു, എൻ്റെ മക്കൾ 2 പേരും IAS-കാരാവും. My 2 children will become civil servants. അതിനുവേണ്ടി എൻ്റെ അമ്മ മുഴങ്കാലുകൾ മടക്കി പ്രാർത്ഥിച്ചു. ഒരു പള്ളിയിൽ ഒരമ്മ, 2 കുഞ്ഞുങ്ങൾ, ആരാധനയുടെ ജീവിതത്തിൻ്റെ ഭാഗം. പക്ഷേ അവരുടെ ഉള്ളിൽ കുമിഞ്ഞുകൂടുന്ന തീച്ചൂളയുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ, തീച്ചൂള നിറഞ്ഞ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ. കഴിഞ്ഞ ദിവസം എന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഞാൻ കേട്ടു. വയനാട്ടിൽ നമ്മുടെ സുവിശേഷകനായിരുന്ന ബാലൻ ഉപദേശി മരിച്ചു. ബാലൻ ഉപദേശി ഒരു ആദിവാസിയാണ്, തികഞ്ഞ മദ്യപാനിയായിരുന്നു. നമ്മുടെ മുക്തി ഡി അഡിക്ഷൻ സെന്ററിൽ അതിന് കൊണ്ടുവന്നതാണ്, ഡി അഡിക്ഷൻ പ്രവർത്തനത്തിന്. അവിടെ ക്രിസ്തുവിനെ കണ്ടുമുട്ടി ഒരു ക്രിസ്ത്യാനിയായി തീർന്നു. ട്രൈബൽ ആളുകളുടെ ഇടകളിലേക്ക് കടന്നുപോയി സുവിശേഷം പറഞ്ഞ് സ്വന്തം ഭവനത്തിൽ ഒരു ട്രൈബൽ ആരാധനയ്ക്കുള്ള സാന്നിധ്യം ഉണ്ടാക്കി കൊടുത്ത മനുഷ്യൻ. സഭയുടെ വലിയ ആദരവിൻ്റെ ഭാഗമായി കുന്നംകുളം മലബാർ ഭദ്രാസനത്തിൻ്റെ കൗൺസിൽ അംഗമായിട്ടൊക്കെ
അദ്ദേഹത്തെ സഭ അപ്പോയിന്റ് ചെയ്യുവാനൊക്കെ ഇടയായിട്ട് തീർന്നു. ഞാൻ കോഴിക്കോടുള്ള സമയത്ത് അദ്ദേഹത്തിന് എലിപ്പനി ഒക്കെ പിടിച്ച് അവിടെ വന്നു. കോവിഡിൻ്റെ സമയത്താണ്. അന്നൊക്കെ ശുശ്രൂഷിച്ചതൊക്കെ ഓർമ്മയുണ്ട്. കൊടുക്കാവുന്ന ആദരവൊക്കെ കൊടുത്ത് കോവിഡിൻ്റെ സമയമാണെങ്കിലും ആ മെഡിക്കൽ കോളേജിനുള്ളിൽ സഭ കടന്നുപോയി. ആ വലിയ ശുശ്രൂഷ അദ്ദേഹത്തിനോടൊപ്പം നിന്ന് ചെയ്തു കൊടുക്കാനൊക്കെ സാധിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ അച്ഛനെ വിളിച്ചൊന്ന് ചോദിച്ചു. അദ്ദേഹം ഒരു വീട് പണിയുന്നുണ്ടായിരുന്നു, പൂർത്തിയായിട്ടുണ്ടോ? ഞാൻ വന്നപ്പോൾ ഇങ്ങനെ കുറേ ലിസ്റ്റുമായിട്ടാണ് വന്നത്. ഒരു 40% കൈയാക്കാം. എന്നാൽ ബാലൻ ഉപദേശിക്കൊന്നും കൊടുത്തിട്ടില്ല. കർത്താവിന് വേണ്ടി അധ്വാനിച്ചുവെങ്കിൽ, അവനെ രക്ഷിതാവായി സ്വീകരിച്ചുവെങ്കിൽ നിത്യജീവിതത്തിൻ്റെ അനുഭവം ബാലൻ ഉപദേശിക്കുന്നുണ്ട്, സംശയമില്ല. എന്നാൽ ചുട്ടുപൊള്ളുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ജീവിതത്തിൽ പേറുന്ന അനേകരുണ്ട്. We always take the comfort zones. ഏറ്റവും കംഫർട്ടായ ഇടങ്ങൾ മതി നമുക്ക്. കംഫർട്ടായി പള്ളി വരണം. അതുകൊണ്ട് ഒരു 11:30 ആയാൽ ഇത് കഴിയുമ്പോൾ കുറച്ച് പേര് വരും. ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രാവിലെ ഞായറാഴ്ചയല്ലേ, കുറച്ചും കൂടെ ഉറങ്ങാം. കംഫർട്ട്. ഇരിപ്പിടങ്ങൾ കംഫർട്ട്. എനിക്ക് കാണാവുന്നവർ, എനിക്ക് കൈ കൊടുക്കാവുന്നവർ, എനിക്ക് ചിരിക്കാവുന്നവർ, അവർ മതി. കംഫർട്ട്. പുറകിലിരിക്കുന്നവർ മുൻപിലിരിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? ഈ പള്ളിയിൽ നിങ്ങൾ ആരാണെന്ന് ഒന്നറിയാൻ കൊതിക്കുന്ന ഒത്തിരി പേർ ഈ മുൻപിലൊക്കെ ഇരിപ്പുണ്ട്. ആരാധന കഴിയുമ്പോൾ നമുക്ക് തിരക്കാ, ഇറങ്ങി ഓടും അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പ്രിയമുള്ളവരുടെ അടുക്കിലേക്ക് പോകും. എവിടെങ്കിലും ഈ തീച്ചൂളകളുടെ അനുഭവങ്ങളെ പള്ളിക്കുള്ളിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ഒരു പ്രാർത്ഥന ഒരുപക്ഷെ ആവശ്യമുള്ളവർ, നമ്മുടെ ഒരു കരം ഒരുപക്ഷെ ആവശ്യമുള്ളവർ, നമ്മളൊന്ന് കൂടെ ഇരിക്കേണ്ടുന്നവർ, കൂട്ടു നിൽക്കേണ്ടുന്നവർ ഇടവയ്ക്കുള്ളിൽ ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ? ഇന്ന് ഈ ശമരിയക്കാരി സ്ത്രീ യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് അടുത്ത് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: ആ കർത്താവ് വെറുതെ ആ വഴിയിലേക്ക് പോയതല്ല. പരിചിതമായ വഴികളിലൂടെ അവന് നടന്ന് അവൻ ഈ ശമരിയയിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. അതല്പം പ്രയാസമുള്ള വഴിയാണെങ്കിലും പരിചിതമായ വഴികളുണ്ട്. പക്ഷേ ഇന്നത്തെ വഴിക്കൊരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ വഴി ഹി ഹാസ് ടേക്കൺ പർപ്പസ്ഫുള്ളി. പരിചിതമായ വഴികളിൽ നിന്ന് ജീവനെ അന്വേഷിക്കുന്ന പുതിയ വഴിയിലേക്ക് യേശു കർത്താവ് പ്രവേശിക്കുക. അതുകൊണ്ടാണ് നമ്മളവിടെ വാക്യത്തിൽ ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നത്: അങ്ങനെ അവൻ ശമരിയയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. ഹി ഹാഡ് ടു പാസ് ത്രൂ സമരിയ. എന്താണ് അർജൻസി? കർത്താവിൻ്റെ യാത്ര എപ്പോഴും ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. യെരുശലേമിൽ നിന്ന് ഗലീലയിലേക്ക്. ഞാൻ വായിച്ച ഡിവോഷനിൽ ഡാൻസ് ബിറ്റ്വീൻ ജെറുസലേം ആൻഡ് ഗലീലി. ഒരു സമയം വരെ കുരിശിലേക്ക് നടന്നെടുക്കുന്നിടം വരെ യെരുശലേമിലും ഗലീലയിലുമേക്കുള്ള ഒരു യാത്രയാണ്. എന്നാൽ ഇന്നത്തെ യാത്ര അവൻ തിരഞ്ഞെടുക്കുന്നു. എവിടേക്ക്? ശമരിയയിലേക്ക് തിരഞ്ഞെടുക്കുന്നു. യഹൂദൻ കടന്നു പോകാൻ ആഗ്രഹിക്കാത്ത, യഹൂദൻ അറക്കുന്ന, യഹൂദൻ ശത്രുവായി പരിഗണിക്കുന്ന, അവരുടെ മുൻപിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കാത്ത ഒരിടത്തിലേക്ക് യേശു കർത്താവ് ഇന്ന് കടന്നു പോവുകയാണ്. കിണർ വേറെ പുസ്തകത്തിൽ പലയിടങ്ങളിലുണ്ട്. നമ്മൾ കിണർ കണ്ടാൽ അതിൻ്റെ പിന്നീട് നമ്മൾ കാണുന്നത് ഒരു കല്യാണമാണ്. അത് യാക്കോബിനാണെങ്കിലും ഐസക്കിനാണെങ്കിലും മോശയ്ക്കാണെങ്കിലും ഒക്കെ കിണർ വിവാഹത്തിൻ്റെ ഇടമാണ്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഈ കിണറ്റിൻ്റെ ചുവട്ടിലും ഒരു വിവാഹം നടക്കുന്നുണ്ട്. ആ വിവാഹം നമ്മുടെ ഇറ്റേണൽ ഗ്രൂമായിരിക്കുന്ന കർത്താവ് ഒരു പുതിയ മണവാട്ടിയെ കണ്ടെത്തുകയാണ്. സഭയിലേക്ക് പുതിയ ഒരു വ്യക്തിയെ ഇതിലേക്ക് ചേർക്കുകയാണ്, അതിലേക്ക് അടുപ്പിക്കുകയാണ്. അതിലൂടെ നമ്മൾ കാണുന്നു ശമരിയയിൽ ആഗമനം ഈ ദൈവരാജ്യത്തിൻ്റെ സന്ദേശം കടന്നു പോകുവാൻ ഇടയാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് ഈ ശമരിയയിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുകയാണ് സഭയാകുന്ന മണവാട്ടിയിലേക്ക് പുതിയ കുറേ മനുഷ്യരെ കൂടെ കൂടിച്ചേർക്കുന്ന ഒരു വലിയ അനുഭവമായി നമുക്കിതിനെ കാണുവാനായിട്ട് സാധിക്കുന്നു.
അവിടെയാണ് അവൻ അവൾക്ക് ഇതാ നിത്യജീവന്റെ നീരുറവ എന്ന വാഗ്ദാനം നൽകുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ സ്ഥിരം വഴികൾ 635 അല്ലേ, I-30, ജോർജ് ബുഷ് അല്ലേ, പിന്നെ ഇങ്ങോട്ടൊക്കെ വന്നാലുള്ള വഴികളുണ്ട്. ഏതെങ്കിലും ഒരു മറുവഴി ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പണ്ട് കോളേജിൽ പോകുമ്പോൾ 4 വഴികളുണ്ട്. പോയി അങ്ങ് മടുക്കുമ്പോൾ ഊട് വഴികൾ അന്വേഷിച്ച് പോകും. ചിലപ്പോൾ ഇങ്ങനെ പോയി ചിലപ്പോൾ ഏതെങ്കിലും തോടിൻ്റെയൊക്കെ കരയിലായിരിക്കും പോയി ചെന്ന് നിൽക്കുന്നത്. എങ്കിലും ഒരു അന്വേഷണ പുതിയ വഴികൾ, പള്ളിയിലേക്കുള്ള വഴി, പുതിയ വഴികൾ കണ്ടെത്താൻ നമുക്ക് സാധ്യമായിട്ട് തരണം. ഫ്രം ഫെമിലിയർ പാത്ത് ടു ന്യൂ വേ ഓഫ് ഫൈൻഡിങ് ലൈഫ്. ജീവനെ തേടുന്ന, ജീവനെ അന്വേഷിക്കുന്ന പുതിയ വഴികളിലേക്ക് പോകുവാനായിട്ട് സാധ്യമായിട്ട് തരണം. ദ തേർഡ്, ക്രിസ്തുവിൽ സമൃദ്ധമായ ജീവിതം നേടുന്ന ശമരിയക്കാരി. യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നതുപോലെയല്ല അവൾ മടങ്ങിപ്പോകുന്നത്, മറിച്ച് ക്രിസ്തുവിൽ സമൃദ്ധമായ ജീവന്റെ അനുഭവത്തെ അവൾ കണ്ടെത്തുകയാണ്. ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഒരു കുടവുമായി വെള്ളം കോരുവാൻ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നെങ്കിൽ പാത്രം വെച്ചിട്ട് അവൾ ഓടിച്ചെല്ലുകയാണ്, ശമരിയയിലാകമാനം വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് ഷീ ഈസ് ട്രാൻസ്ഫോംഡ് ആൻഡ് ഇലൂമിൻഡ്. പുതിയ അനുഭവമായി അവൾ യേശുവിൻ്റെ അടുക്കൽ നിന്ന് മടങ്ങിപ്പോകുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കുക. How we go back from this church? ദേവാലയത്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ മടങ്ങിപ്പോകുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചല്ലോ. വന്നതുപോലെ അങ്ങ് പോവുകയാണോ, അതോ ഈ നിത്യജീവന്റെ നീരുറവയിൽ നിന്ന് കുടിച്ചിട്ടാണോ പോകുന്നത്? കർത്താവ് അവിടെ പറയുന്നുണ്ട്, ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. വെള്ളം കുടിക്കുക മാത്രമല്ല, ഉറവയായി തീരുന്ന അനുഭവത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുകയാണ്. നോട്ട് ഓൺലി ഡ്രിങ്കിങ് ദ വാട്ടർ, ബട്ട് ദ പേഴ്സൺ ഇറ്റ്സെൽഫ് ബിക്കം എ ഫൗണ്ടൻ ദാറ്റ് ക്യാൻ സ്പ്രെഡ് ടു എനിവെയർ ആൻഡ് മേക്ക് ഇറ്റ് ഫെർട്ടൈൽ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. സമയപരിമിതിയിൽ എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത ഇതാണ്. അവന്റെ ആത്മാവ് ഉള്ളിലേക്ക് വരുമ്പോൾ അവിടെ ഒരിക്കലും ദാഹിക്കാത്ത നിത്യമായ നീരുറവ ജീവജലത്തിന്റെ അനുഭവമായി തീരുന്നു എന്ന് മാത്രമല്ല, പോകുന്നിടങ്ങളിലൊക്കെ കർത്താവിനെ പങ്കുവെച്ചുകൊണ്ട് അതിനെ ഫലഭൂഷ്ടമാക്കുന്ന അനുഭവമായി തീരും. ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ ഈ കർത്താവിനെ കുറിച്ച്? ആരോടെങ്കിലും ഒന്ന് പങ്കുവച്ചിട്ടുണ്ടോ? മക്കളോടെങ്കിലും? പോകുന്ന വഴിയിൽ അവൾ വിളിച്ചു പറയുകയാണ്, ഐ ഹാവ് ഫൗണ്ട് മൈ മെസ്സയ. അവളുടെ ചോദ്യങ്ങൾക്കൊക്കെ പല വ്യത്യാസങ്ങളുണ്ട്. കർത്താവിനെ കണ്ടെത്തിയ വഴികളൊക്കെ സമയപരിമിതിയിൽ പറയുന്നില്ല. ഐ ഹാവ് ഫൗണ്ട് മൈ സേവിയർ. ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അവൾ പറഞ്ഞത് കൊണ്ടല്ല, ക്രിസ്തുവിനെ കണ്ടതുകൊണ്ട് ഈ ശമരിയാക്കാർ യേശുവിൽ വിശ്വസിക്കുന്നതായി നമുക്ക് പിന്നീട് കാണുവാനായിട്ട് സാധിക്കുക. പുതിയ ജീവന്റെ അനുഭവം, യേശുവിൽ ജനിക്കുന്ന പുതിയ ജീവന്റെ അനുഭവം. ഞാൻ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൺവെൻഷൻ പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ ജോർജ് പുളിക്കൻ സാർ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു, മരിക്കാതിരിക്കാൻ ഒരു മരുന്നുണ്ട്, മരിക്കാതിരിക്കാൻ ഒരു മരുന്നുണ്ട്. അത് ക്രിസ്തുവിൽ ജനിക്കണം, ക്രിസ്തുവിൽ ജനിച്ചുകൊണ്ടേ ഇരിക്കണം. മരിക്കാതിരിക്കാൻ ഒരു മരുന്നുണ്ട്, മരിക്കാതിരിക്കാൻ ഒരു മരുന്നുണ്ട്. അത് ക്രിസ്തുവിൽ ജനിക്കണം, ക്രിസ്തുവിൽ ജനിച്ചുകൊണ്ടേ ഇരിക്കണം. യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന സമൃദ്ധമായ ജീവൻ യേശുവിൽ ജനിക്കുക എന്നുള്ളതാണ്, ആത്മാവിൽ ജനിക്കുക എന്നുള്ളതാണ്. ഈ ആത്മാവിൻ്റെ ജന്നത്തിൻ്റെ ഓഹരിക്കാരായി യേശുവിനെ കണ്ടെത്തി ഈ ലോകത്തിൽ സമൃദ്ധമായ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. പ്രാർത്ഥിക്കുവാൻ ചുമതലപ്പെട്ടിരിക്കുന്ന വ്യക്തിക്ക് പ്രാർത്ഥിക്കാം.